രാജു, ഈ പാഠം തുടങ്ങുന്നത് എ.പി.ജെ. അബ്ദുൽ കലാം കുട്ടിക്കാലത്തനുഭവിച്ച ഒരു സങ്കടകരമായ സംഭവത്തെക്കുറിച്ചാണല്ലോ. അതെന്തിനെക്കുറിച്ചാണ്? അത് സാമൂഹിക അസമത്വത്തെയും അസഹിഷ്ണുതയെയും കുറിച്ചായിരുന്നു. മുസ്ലിമായ കലാമിനെ ഹിന്ദുവായ കൂട്ടുകാരന്റെ അടുത്തിരിക്കാൻ പുതിയ അധ്യാപകൻ അനുവദിക്കാത്തതാണ് സംഭവം. ലക്ഷ്മണശാസ്ത്രി എന്നയാൾ ഇടപെട്ടാണ് അധ്യാപകനെ തിരുത്തിയത്. ഈ പാട്ടിന്റെ പേരുപോലെ അനീതിയിൽ നിന്ന് നീതിയിലേക്കുള്ള വഴി തുറക്കാൻ നമ്മുടെ ഭരണഘടനയിൽ എന്താണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഇത് നിയമത്തിനു മുന്നിൽ എല്ലാവരെയും തുല്യമായി കാണുന്നു. സമത്വത്തിനുള്ള അവകാശത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്? നിയമത്തിനു മുന്നിൽ സമത്വം, ആർട്ടിക്കിൾ 14. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. വിവേചനം നിരോധിക്കൽ, ആർട്ടിക്കിൾ 15. മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല. പൊതുനിയമനങ്ങളിൽ സമത്വം, ആർട്ടിക്കിൾ 16. പൊതുതസ്തികകളിലെ നിയമനങ്ങളിൽ എല്ലാവർക്കും തുല്യ അവസരം. തൊട്ടുകൂടായ്മ നിരോധനം, ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ ഒരു കുറ്റകരമായ പ്രവൃത്തിയായി കണക്കാക്കുന്നു. പദവികൾ നിർത്തലാക്കൽ, ആർട്ടിക്കിൾ 18. സൈനിക, വിദ്യാഭ്യാസപരമായ സ്ഥാനപ്പേരുകൾ ഒഴികെയുള്ള പദവികൾ നിരോധിക്കുന്നു. തൊട്ടുകൂടായ്മ എന്ന സാമൂഹിക വിവേചനം തുടച്ചുനീക്കാൻ ഭരണഘടനയുടെ അനുച്ഛേദം 17 വലിയ പങ്കുവഹിച്ചല്ലോ. എങ്കിലും ഇന്നും പല രൂപത്തിൽ സാമൂഹിക വിവേചനം നിലനിൽക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറയാമോ? ഉണ്ട്. പലപ്പോഴും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഈ വിവേചനം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഉദാഹരണത്തിന്, വെള്ളത്തിനായി പൊതു ടാപ്പുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ തടയുക, ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതിരിക്കുക തുടങ്ങിയവ. അപ്പോൾ ഭരണഘടനയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സർക്കാർ എന്തെങ്കിലും പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. സർക്കാർ 2 പ്രധാന കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിയമനിർമ്മാണം, ലോസ്, വിവേചനമില്ലാതാക്കുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നു. സർക്കാർ പദ്ധതികൾ, ഗവൺമെന്റ് സ്കീംസ്, വിവേചനം നേരിടുന്നവർക്ക് അവസരങ്ങൾ ഒരുക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു. വിവേചനം തടയാനായി നിലവിൽ വന്ന ഒരു പ്രധാന നിയമം ഏതാണ്? പട്ടികജാതി വർഗ അതിക്രമം തടയൽ നിയമം, SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. ഈ നിയമം വഴി ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുകയും വിവേചനം നേരിടുന്നവർക്ക് നീതി ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ബലമായി മാലിന്യം നീക്കം ചെയ്യാനോ ചെരുപ്പ് ധരിക്കാൻ അനുവദിക്കാതിരിക്കാനോ ശ്രമിച്ചാൽ ഈ നിയമപ്രകാരം ശിക്ഷ ലഭിക്കും. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പ്രധാന പ്രവർത്തനം പറയാമോ? സംവരണം ആണ് ഏറ്റവും പ്രധാനം. പിന്നാക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാനങ്ങളിലും സീറ്റുകൾ സംവരണം ചെയ്യുന്നത് അവർക്ക് തുല്യ അവസരം നൽകാൻ സഹായിക്കും. ഭരണഘടന മനുഷ്യന്റെ അന്തസ്സിനും തുല്യ അവസരത്തിനും എന്തിനാണ് ഇത്ര പ്രാധാന്യം നൽകുന്നത്? ഓരോ വ്യക്തിയെയും ബഹുമാനത്തോടെ കാണുകയും അവരുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാനം. എല്ലാവർക്കും തുല്യമായി അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ രാജ്യത്ത് സാമൂഹിക നീതി പൂർണ്ണമാകൂ. ഈ പാഠം സാമൂഹിക നീതിയെക്കുറിച്ച് നമ്മെ ഗൗരവമായി ചിന്തിപ്പിച്ചു, അല്ലേ രാജു? അതെ, ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന വഴികാട്ടി.